നമസ്കാരം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ലൈംഗിക ആരോപണങ്ങളിൽ രണ്ട് അഭിപ്രായമുണ്ടാകുന്നത്? തീർച്ചയായും അതിലെ അസ്വാഭാവികതയും പൊരുത്തക്കേടുകളും കൊണ്ടുതന്നെയാണ് അത് രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നത്. വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ എനിക്കിഷ്ടമല്ല. അതിന് കാരണമുണ്ട്. അയാളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അതിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. പക്ഷേ ഇപ്പോൾ തുടരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ള കാര്യം ആർക്കായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രാഹുലിൻ്റെ സ്ഥാനത്ത് മറ്റേതൊരാളായിരുന്നാലും ഞാനിത് പറയും. ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനെ അനുകൂലിച്ചില്ലെങ്കിൽ അവരുടെ ആക്രമണം ഉണ്ടാകും എന്നൊക്കെ പേടിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഒന്നോർത്ത് നോക്കൂ, രാഹുലിനെതിരെ ആദ്യത്തെ ആരോപണം ഉയരുന്നത് 3 മാസങ്ങൾക്ക് മുൻപാണ്. അന്നത് വലിയ ആഘോഷമാക്കി അന്തം കമ്മികളും സംഘികളും ഉൾപ്പെടെയുള്ളവർ സ്വമേധയാ കേസെടുത്തു. രാഹുലിനെ വഴിയിൽ തടഞ്ഞു DYFI. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാവുന്നതിൻ്റെയും അവഹേളിക്കാവുന്നതിൻ്റെയും അങ്ങേയറ്റം ചെയ്തു. പക്ഷേ പരാതിക്കാരിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ ചിലർ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോയില്ല. രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും ഒക്കെയുള്ള വെല്ലുവിളികൾ നടത്തി ചിലർ. അയാളെ വഴിയിൽ തടഞ്ഞു. അങ്ങനെ മാസങ്ങൾ 3 കഴിഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പായി. അപ്പോഴത് പൊങ്ങി വരുന്നു അടുത്ത കേസ്. വിവാദം ഉയർന്നു വന്ന് 2-3 ദിവസങ്ങളോളം സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിലിട്ട് അതിനെ മൂപ്പിച്ചു. പിന്നീട് പരാതിക്കാരി മുഖ്യമന്ത്രിയെ മുഖം കാണിക്കാനെത്തുന്നു. പൊതുവെ താഴെത്തട്ടിലുള്ളവരെ കാണാനോ സംസാരിക്കാനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രി 40 മിനിറ്റോളം പരാതിക്കാരിയോട് സംസാരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ADGPയെ വിളിച്ചു വരുത്തി കർശനമായ നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. പ്രത്യേക അന്വേഷണ സംഘം കേസിനു പിന്നാലെ പായുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ റിപ്പോർട്ടർ ചാനലിനും മൊട്ട അരുണിനുമെതിരെ കേസെടുത്തിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച രാഹുൽ കൂടുതൽ തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുന്നു. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നതിൻ്റെ തലേ ദിവസം പേരോ ഊരോ ഇല്ലാത്ത ഒരു അജ്ഞാത പരാതി KPCCക്ക് കിട്ടുന്നു. KPCC അധ്യക്ഷൻ അത് DGPക്ക് കൈമാറുന്നു. ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ചില രേഖകൾ കൂടി പ്രോസിക്യൂഷനോട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് അടുത്ത ഭൂകമ്പം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടാകുന്നത്. അതേക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. KPCC സംസ്ഥാന സാഹിത്യ ജനറൽ സെക്രട്ടറിയായ MA ഷഹനാസ് എന്നൊരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. മുമ്പ് കർഷക സമരത്തിനായി ദില്ലിയിൽ പോയി മടങ്ങി വന്നതിനു ശേഷം രാഹുൽ മെസ്സേജ് അയച്ചെന്നും ആ മെസ്സേജിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചെന്നുമൊക്കെ അവർ പറയുന്നുണ്ട്. മാത്രമല്ല, അവർ നീണ്ടൊരു പോസ്റ്റും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. കർഷക സമരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലമായി, 1.5 അതിൽ കൂടുതലായെന്ന് തോന്നുന്നു. മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നെങ്കിൽ ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? ഏറ്റവും കുറഞ്ഞത് മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്നാമത്, ഷെഹനാസ് എന്നൊരു കോൺഗ്രസ് നേതാവെന്നല്ല, അങ്ങനെ ഒരു വ്യക്തി പോലും ഉണ്ടെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നത് ഇന്നലെയാണ്. ഷാഫി പറമ്പിലിനെയും ഇവർ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും രാഹുലിനെ തള്ളിപ്പറയുന്നുണ്ട്. KK രമയും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ളവരും രാഹുലിനെ പുറത്താക്കണമെന്ന് മുറവിളി കൂട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. പിണറായി വിജയനും അന്തങ്ങളും സംഘികളും കുറെ കോൺഗ്രസ് നേതാക്കളുമല്ലല്ലോ കോടതി. കുറഞ്ഞത് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതുവരെ എങ്കിലും അയാളെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ഇന്നലെ വെളിപ്പെടുത്തലുമായി വന്ന ഷഹനാസും എന്തോ അജണ്ടയുടെ ഭാഗമായി വന്നതാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും തോന്നും. അയാൾ ഒരു മെസ്സേജ് അയച്ചു, അവരതിന് മറുപടിയും കൊടുത്തു. അതവിടെ തീർന്നു. കൂടുതൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് പറയണമായിരുന്നു. ഒരുത്തനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. ഉമ്മൻചാണ്ടിയെപ്പോലും പെണ്ണുകേസിൽ കുടുക്കിയ നരാധവന്മാരാണ് ഇവിടെയുള്ളത് എന്നെങ്കിലും ഇക്കൂട്ടർ ഓർക്കണമായിരുന്നു. ഷഹനാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരാതി പറഞ്ഞതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. ഒരു കാര്യം വ്യക്തമാണ്, രാഹുലിന് ശത്രുക്കൾ കൂടുതലുള്ളത് കോൺഗ്രസിൽ തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ രാഹുലിനെതിരെ പറഞ്ഞാൽ അത് തങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തലയ്ക്ക് വെളിവില്ലാത്ത ഈ കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടാകും. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം കാണിക്കാൻ ഒരു വഴി. രണ്ടായാലും ഈ കാണിക്കുന്നത് നെറികേടാണ്. രാഹുൽ തെറ്റുകാരനാണെന്ന് കോടതി വിധിക്കുന്നതുവരെയെങ്കിലും അയാളെ വെറുതെ വിടണം. നേതാക്കൾ മാത്രമല്ല, പൊതുജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളെയൊക്കെ നേതാക്കളാക്കുന്നതും അധികാരത്തിൽ കയറ്റിയിരുത്തുന്നതും. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ശരിയേതാണ് തെറ്റേതാണെന്ന്. കൊടും കുറ്റവാളിക്ക് പോലും മനുഷ്യാവകാശമുള്ള നാടാണ് നമ്മുടേത്. അത് ഓർക്കാതെ പോകരുത്.